സംസ്ഥാനത്തെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാകുമ്പോൾ ഓർക്കേണ്ട സ്ഥലമാണ് കണ്ണൂർ കീഴാറ്റൂര്. ബൈപ്പാസ് നിർമ്മാണത്തിനെതിരെ വയൽക്കിളികൾ സമരം നടത്തിയ കീഴാറ്റൂരിൽ വയലിൽ മണ്ണിട്ട് നിർമ്മാണം പുരോഗമിക്കുകയാണ്. നിർമ്മാണത്തിലെ അപാകതകൾക്കൊപ്പം വയൽക്കിളികൾ ഉയർത്തിയ ആശങ്കകളും ചർച്ചയാവുകയാണ്. വയൽക്കിളികളുടെ സമരം നടന്ന കീഴാറ്റൂരിലും ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുകയാണ്. എന്താണ് കീഴാറ്റൂരിലെ കാഴ്ചകൾ? തളിപ്പറമ്പ് നഗരത്തിലൂടെ ദേശീയപാത 66 6 വരിയിൽ കടന്നുപോയാലുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഒഴിവാക്കാനുള്ള ബൈപ്പാസ് ആയിരുന്നു കീഴാറ്റൂർ. DPRലെയും വിവിധ റിപ്പോർട്ടുകളിലെയും നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായാണ് പലയിടത്തും നിർമ്മാണം. ചെളി നിറഞ്ഞ വയലിൽ റോഡ് നിർമ്മിക്കുമ്പോൾ കളിമണ്ണ് പൂർണ്ണമായും നീക്കണമെന്ന നിർദ്ദേശം പാടെ അവഗണിച്ചു. പേരിന് മാത്രമാണ് ചിലയിടത്ത് വയലിലെ ചെളി നീക്കിയത്. സ്ഥലത്തിന്റെ പ്രത്യേകത പരിഗണിച്ച് 25 കൾവെട്ടുകൾ സ്ഥാപിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും 1-2 എണ്ണത്തിൽ ഒതുക്കി. 4 മീറ്ററോളം ഉയരത്തിൽ മണ്ണിട്ട് 6 വരി പാത ഒരുക്കിയപ്പോൾ വശങ്ങൾ വേണ്ടവിധം സംരക്ഷിച്ചില്ല. റീറ്റെയിനിംഗ് വാളുകളുടെ നിർമ്മാണം ആവശ്യമായ ഉയരത്തിലുമല്ല. റോഡരികിൽ നിന്ന് പാർശ്വഭിത്തികളിലേക്ക് മതിയായ ചെരിവ് നൽകാതെ മണ്ണ് നിക്ഷേപിച്ചു. മഴ തുടങ്ങിയതോടെ അരികിടിയാനും മണ്ണൊലിക്കാനും തുടങ്ങി. പ്രദേശത്ത് വെള്ളം കയറുന്ന സാഹചര്യത്തിൽ അടിപ്പാതയുടെ അടിവശം 1/2 മീറ്ററെങ്കിലും ഉയർത്തേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രദേശവാസികളുടെ ആശങ്ക ശരിവെക്കും തരത്തിൽ വയലിലും സമീപത്തെ വീടുകളിലും വെള്ളപ്പൊക്ക ഭീഷണിയും നിലനിൽക്കുന്നു. DPR പ്രകാരം ശാസ്ത്രീയമായാണോ കീഴാറ്റൂരിൽ റോഡ് നിർമ്മാണം നടക്കുന്നതെന്ന ചോദ്യത്തിന് അല്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നൽകുന്ന ഉത്തരം. കീഴാറ്റൂരിൽ നിന്നും മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.